എടേ, ഈ 2024 എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് ഒരു നല്ല കാലമായിരുന്നു. നല്ല പടങ്ങൾ ഹിറ്റാവുകയും മോശം പടങ്ങൾ മാത്രം പ്രേക്ഷകരിൽ നിന്ന് റിജക്റ്റ് ആവുകയും ചെയ്ത ഒരു സമയമായിരുന്നു 2024 എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ ഏട്ടൻ്റെ വകയായി 2024 അവസാനം എത്തുമ്പോൾ ഒരു ബോംബാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് ബെറോസിലൂടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ബെറോസിൻ്റെ പ്രിവ്യൂ ഷോയൊക്കെ അങ്ങ് തമിഴ്നാട്ടിൽ കഴിഞ്ഞു. അവിടെയുള്ള എല്ലാവരും നല്ല പടമാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും എന്നൊക്കെയാണ് പറഞ്ഞത്. ഈ നമ്മൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ പ്രിവ്യൂ ഷോ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും പ്രേക്ഷകർ പടം കൊള്ളില്ല, ബോറായിരുന്നു, ഫസ്റ്റ് ഹാഫ് ലാഗായിരുന്നു എന്നൊക്കെ പറയുന്നത്? എല്ലാവരും നല്ല പടമാണെങ്കിൽ അയ്യോ സൂപ്പർ പടമാണ്, അടിപൊളി പടമാണ്, ഇതൊക്കെ ഈ കാണുമ്പോൾ തിയേറ്ററിൽ മിസ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് ഓളൊക്കെ കാണും. അല്ലെങ്കിൽ ഒരു മോശം പടമാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും തിരിക്കാത്ത പടമാണെങ്കിൽ പറയുന്ന ആ ഒരു ഇതാണ്. കൊള്ളാം, അടിപൊളിയായിരുന്നു, ഡയറക്ഷനൊക്കെ കൊള്ളാമായിരുന്നു, മോഹൻലാലിൻ്റെ ഡയറക്ഷൻ കൊള്ളാം, നല്ല പടമാണ്, കുട്ടികൾക്കൊക്കെ കുറച്ചൊക്കെ ഇഷ്ടപ്പെടും എന്ന് വെച്ചാൽ ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു പടമാണ് ബെറോസ് എന്നാണ് ഇപ്പം കിട്ടിയ റിപ്പോർട്ട്. കാരണം നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ കാണാൻ പറ്റും. അവിടുത്തെ സെലിബ്രിറ്റികളൊക്കെയാണ് വന്നിട്ട് പറയുന്നത് കൊള്ളാം, സൂപ്പർ പടമാണ്, കൊള്ളാം, മോഹൻലാൽ സൂപ്പറാണ്, മോഹൻലാൽ ഡയറക്ഷൻ സൂപ്പറാണ്, ഈ ഹോളിവുഡ് ലെവലാണ് എന്നൊക്കെ പറയും. ഇതൊക്കെ നമ്മൾ മലൈക്കോട്ടയിലൊക്കെ കണ്ട പ്രൊമോഷനാണ്. അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ലാലേട്ടൻ ഫാനാണെങ്കിൽ നിങ്ങൾ പോയി കണ്ടോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏട്ടൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഏട്ടൻ്റെ സിനിമ ബെറോസ് വേറെ ലെവലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നാളെ രാവിലെ കൃത്യം 9:30 മോനെ പോയില്ലേ? അങ്ങനെ സിനിമ കാണാൻ പോകുന്നവരടുത്ത് ഒന്നേ പറയാനുള്ളൂ, അമിത പ്രതീക്ഷ വയ്ക്കരുത്. ഇത് ഒരു കൊച്ചു പിള്ളേർക്കുള്ള സിനിമയാണ്. കാരണം ഫാൻ ഷോ പോലും വച്ചിട്ടില്ല. ഫാൻ ഷോ വയ്ക്കുന്നെങ്കിൽ ഫാൻസിന് അർമാദിക്കാനുള്ള എന്തെങ്കിലും കാണണം. കാരണം അതില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ നമുക്കിത് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് യഥാർത്ഥ മുത്തശ്ശി കഥ. ലാലേട്ടൻ മറ്റേ മലൈക്കോട്ടെ വാലിബനിൽ പറഞ്ഞ മുത്തശ്ശി കഥ ഇതാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒരു ലെവലിൽ വേണം ചിന്തിച്ചുകൊണ്ട് പോകാൻ. അല്ലാതെ ഇതൊരു വലിയ പടമാണെന്ന് വിചാരിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിരാശയായിരിക്കും. ഫാൻസ് ഒന്നും പോയി കാണണ്ട. ഫാൻസ് ആദ്യം നോർമൽ ഓഡിയൻസ് കാണട്ടെ, എന്നിട്ട് അവരുടെ അഭിപ്രായം അറിഞ്ഞിട്ട് ഫാൻസ് പോയി കാണുന്നതായിരിക്കും നല്ലത്. കാരണം ഫാൻസ് ഇനിയിപ്പം കുഴപ്പമില്ല, ഇത് വലിയ വെളുപ്പാങ്കാലത്തൊന്നും വയ്ക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ചൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചെറിയൊരു സീൻ വരുമ്പോൾ നിങ്ങൾ അറിയാതെ ഉറങ്ങിപ്പോയി. ഇതൊരു മുത്തശ്ശി കഥ പോലത്തെ സിനിമയാകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഉറങ്ങിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫാൻ ഷോ എല്ലാം മാറ്റി വെച്ച് രാത്രി വെളുപ്പാങ്കാലത്തും 12 മണിക്ക് 4:30 ഉള്ള ഒരു വികൃതികൾ മോഹൻലാൽ മാറ്റി വെച്ചിട്ട് ഇതുപോലെ 9:30 നോർമൽ ടൈമിൽ ഷോ വെച്ചിരിക്കുന്നത്. കാരണം ആരും ഇത് കൊള്ളില്ലെന്ന് പറഞ്ഞ് പോകാൻ പാടില്ല. കാരണം ഈ സിനിമ ഞാൻ പൊട്ടി തകരുമെന്ന് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു മുത്തശ്ശി കഥ, ചെറിയ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമ ആയതുകൊണ്ട് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഇതൊരു വിജയമാവണമെങ്കിൽ പോലും ഇത് 100 കോടി രൂപയൊക്കെ ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എത്ര കോടിയാണെങ്കിൽ ഒരു 50-60 കോടി ഇല്ലാതെ പറ്റില്ല. 60 കോടി രൂപ ലാഭത്തിലെത്തണമെങ്കിൽ ഒരു 100-120 കോടി രൂപ അടിക്കണം. അതിനുള്ള വകയൊന്നും ഈ സിനിമയിലില്ലെന്ന് മോഹൻലാൽ ഫാൻസിനും അറിയാം, മോഹൻലാലിനും അറിയാം എന്നുള്ള കാര്യം എല്ലാവർക്കും ഉറപ്പാണ്. കാരണം ഇതിനകത്ത് ഡയറക്ഷൻ കുറച്ചൊക്കെ നല്ലതായിരിക്കും. കാരണം കുറേ നല്ല അടിപൊളി ഡയറക്ടേഴ്സിന് അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം മോഹൻലാൽ ഡയറക്ടറായി എന്ന് കാണിക്കുവാൻ വേണ്ടി ഇറക്കുന്ന സിനിമയാണോ എന്നൊരു സംശയമുണ്ട്. കാരണം ഇത്രയും നല്ല നല്ല ഡയറക്ടേഴ്സിനെയാണ് അതിനകത്ത് അസിസ്റ്റൻ്റായിട്ട് വെച്ചിരിക്കുന്നത്. പുള്ളി പറയുന്നതെന്ന് വെച്ചാൽ ഇവരൊക്കെയാണ് എനിക്ക് കുറേ സഹായങ്ങൾ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് പടം